ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് മാധ്യമങ്ങളിലൂടെ ഏറ്റവും കഴിഞ്ഞ 40-45 ദിവസമായി, എന്നാൽ ഏറ്റവും പ്രധാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ, അല്ലേ? അത് ഇന്നലെ അവസാനിക്കുവാനായിട്ട് ഇടയായി. പാറ്റാക്കൂട്ടം, അല്ലേ? പ്രൈസ്. ഞാൻ ഇന്നലെയാണോ അവരുടെ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചാനലിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് യൂട്യൂബിൽ കണ്ടത്. ഈ സമരം ഇവർ വിജയിക്കാനുണ്ടായൊരു മെയിൻ കാരണം എന്തെന്നറിയോ? ഇവർ പല രീതിയിൽ അത് അടിച്ചമർത്താനായിട്ട് നോക്കി സർക്കാർ, പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. അപ്പോൾ മറ്റേ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ED-നെ പേടിക്കേണ്ട കാര്യമില്ല. പുള്ളി പറഞ്ഞൊരു കേസ്, ED-നെ പേടിക്കേണ്ട, സെയിൽ ടാക്സിനെ പേടിക്കേണ്ട, മറ്റൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ പേടിക്കാനുള്ളവരാണ് ഈ അടിച്ചമർത്താൻ വരുമ്പോൾ അവൻ വലിയണ്. 2 വർഷം 3 വർഷം കണ്ട് നമ്മുടെ കർഷക സമരം പോയി. അതിൻ്റെ നേതാക്കന്മാരെ ഇവർ പല രീതിയിൽ പൂട്ടി. നിൻ്റെ വീട്ടിൽ ED വരും. കാരണം അവർക്കിങ്ങനെ കുറേ അനധികൃതമായ സ്വത്തുകളൊക്കെ ഉള്ളവരാ. യൂത്തിനെന്താ അനധികൃത സ്വത്ത്? അവർക്ക് ഇത് ചിന്തിക്കാൻ തുടങ്ങുന്ന കാലമാവണേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല. അങ്ങനെ പേടിക്കാനില്ലാത്തവരുടെ മുൻപിൽ എത്ര വലിയ അടിച്ചമർത്തലുണ്ടായാലും അവർക്ക് വല്ല വിഷയമാണോ? അവർ മുന്നേറും. കാരണം അവരുടെ മുമ്പിൽ നിന്നെ വീട്ടിൽ ഞാനിപ്പോൾ വന്ന് നിൻ്റെ അനധികൃത സ്വത്ത് വെച്ചോ അല്ലെങ്കിൽ നീ ഇന്ന ചെയ്തെന്ന് വിചാരിച്ച് നിന്നെ പൂട്ടുമെന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമുക്കറിയാം, ഈ സർക്കാരിൽ നിൽക്കുന്ന മറ്റ് വലിയ MP-മാർ, പഴയ മന്ത്രിമാരായിരുന്ന പല ആളുകളും ജയിലിൽ കിടന്നു, അല്ലേ? കാരണം അവരുടെ മുമ്പിൽ ചില കൃത്രിമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിനെ പൂട്ടാൻ പറ്റിയത്. ഇവരെ സംബന്ധിച്ച് ഇവർക്കിടെ മുൻപിൽ ഒരു പേടിയുമില്ല. ഇവർക്ക് കടന്നു വരേണ്ട കാര്യമില്ല. ഇവരുടെ മുമ്പിൽ ഒരു ED-യും വരാനില്ല. ഹല്ലേലൂയ. ഒരു ED-യും അവരുടെ മുമ്പിൽ കടന്നു വരാനില്ലെങ്കിൽ നമ്മൾ അത്ര ശ്രേഷ്ഠന്മാരാന്ന് ഓർത്തിക്ക്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പിശാചിനും നമ്മെ തൊടുവാൻ അധികാരമില്ല. കാരണം ഒരു പിശാചിനും നമ്മെ ഭയപ്പെടുത്തി നമ്മെ അടിച്ചമർത്താൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? കർത്താവുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്. ശരി, ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചിന്ത വരികയാണ്, അവൻ നമ്മുടെ ഉള്ളത്തിൽ കടക്കുമോ? ഇല്ല. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിശാചിനും കടക്കുവാൻ അവസരമില്ല. കാരണം നമ്മൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ യൂത്ത് ആ സമരം എങ്ങനെ വിജയിച്ചോ അതേ തലത്തിൽ ഹല്ലേലൂയ നമ്മൾ ഒരു വിജയാളികളായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. കാരണം നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. നമ്മൾ ഭയപ്പെടാതെ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഭയപ്പെടാതെ ക്രിസ്തുവിൽ ആയാൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമുക്കറിയാം, യേശു കർത്താവ് ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്നു. വലിയ തിരമാലകൾ വന്നു. ഓളത്താൽ ആ വള്ളം നശിക്കുവാനായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ പറയുന്നു, യേശു തലയണ വെച്ച് സ്വസ്ഥമായി ആ പടകിൽ കിടന്ന് ഉറങ്ങി. ശിഷ്യന്മാരെല്ലാം അത് കണ്ടു. അവർക്ക് ഭയങ്കര ഭയമുണ്ടായി. യേശുവിന് ഭയം ഉണ്ടായോ? യേശു ഉറങ്ങുക. അത്രയും വലിയ തിരയിൽ, അത്രയും വലിയ പ്രശ്നങ്ങൾ കടലിലുള്ളപ്പോൾ യേശു സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. എന്നാൽ ശിഷ്യന്മാർ അത് കണ്ട് ഭയപ്പെടുന്നു.
എന്നാൽ ഭയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു ഉണർന്നു. ശ്രദ്ധിക്കണേ, യേശു ആ തിരമാലയെയും ആ തിരയെയും പടകിൻ്റെ ഇളക്കത്തെയും യേശു ഭയപ്പെട്ടില്ല, അവൻ ഉണർന്നില്ല. എന്നാൽ ഇത് കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു ഉണർന്നു. കാരണം നമ്മുടെ ചില ഉണർത്തലുകൾ യേശുവിനെ ഉണർത്തുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു, ശാസിച്ചു, ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തൻ്റെ നിലവിളിയെ കാണുന്ന ഒരു കർത്താവുണ്ട്. നീ യേശുവിനെ ഒന്ന് കുലുക്കിയാൽ നിശ്ചയമായി നിന്റെ പ്രശ്നത്തെ, നിന്റെ പ്രതിസന്ധിയെ, ആ തിരയിൽ എപ്രകാരം ശാന്തത വന്നോ അതേപോലെയുള്ളൊരു ശാന്തത നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് എൻ്റെ കർത്താവ് കൊണ്ടുവരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് അവൻ കടന്നുപോയത് ഗദരദേശത്തേക്കാണ്. ഗദരദേശത്ത് നമുക്കറിയാം, 2 ഭൂതഗ്രസ്തരായ വ്യക്തികളെ സൗഖ്യമാക്കുവാനായിട്ട് യേശു കടന്നുപോയി. ആ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് അവൻ അക്കരയ്ക്ക് പോയപ്പോൾ അവിടെ കണ്ട ആ വലിയ ഭൂതത്തെ പൂർണ്ണമായി നീക്കുവാൻ യേശുവിന് ശക്തി ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളെ നീക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും നീക്കി ഒരു പുതിയ സൃഷ്ടിപ്പിനെ കൊണ്ടുവരുവാൻ, പുതിയതിനെ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോട് കൂടെ പ്രിയം വെച്ച ഏവർക്കും തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏവർക്കും തന്നെ. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു പുതിയ മേഖല നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് പകലിൽ ഓപ്പണാക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ മുൻപിൽ പുതിയത് ഓപ്പണാകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ നമുക്ക് ഈ അപ്പോസ്തലനായ പൗലോസ്, നമുക്ക് ഈ ശൗലായിരുന്നപ്പോൾ അവൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ, ക്രിസ്ത്യാനികളെ വളരെ ശക്തമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വച്ച് കർത്താവ് അവനെ വേർതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനുശേഷം ബർന്നബാസ്, ഈ ആ ഭാഗം, നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബർന്നബാസ് അപ്പോസ്തല പ്രവൃത്തി 29-ന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പൗലോസിനെ അന്നത്തെ ശിഷ്യന്മാർ ഇവനെ കൂട്ടുവാനായിട്ട്, ഇവനോട് കൂടി, ഇവനൊരു ശിഷ്യനെന്ന് ചിന്തിക്കാതെ, കാരണം അവരുടെ ചിന്തയിൽ മുഴുവനും, അന്നത്തെ ശിഷ്യന്മാരുടെ ചിന്ത മുഴുവനും ഇവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനെന്നാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം, അവൻ്റെ ജീവിതത്തിൽ വന്ന മാനസാന്തരം മറ്റുള്ള ശിഷ്യന്മാർ അംഗീകരിക്കുവാനായിട്ടിടയായില്ല. തന്നെ താങ്ക് യു. അംഗീകരിക്കുവാനായിട്ടിടയായില്ല. എന്നാൽ അവരെ പരിചയപ്പെടുത്തി, അവരുടെ ജീവിതത്തിൽ നടന്ന മാറ്റത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി ശിഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ബർന്നബാസ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? 15-38 വായിച്ചേ. അങ്ങനെ അവർ തമ്മിൽ, അതല്ല 9-27 അപ്പോസ്തല പ്രവൃത്തി 9-27. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ അതെ, വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും അവൻ മതി.
ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ പൗലോസിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാണ് ബർണബാസ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം മുതലാണ് ഈ അപ്പോസ്തലനായ പൗലോസിനെ കാണുന്നത്. ഈ പൗലോസും ബർണബാസും അതിനുശേഷം വളരെ വലിയ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. നമുക്കറിയാം, അതിൻ്റെ 13-ാമത്തെ അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. പൗലോസിനെ ബുദ്ധനെന്നും മറ്റവനെ ഇന്ദ്രനെന്നൊക്കെ, ബർണബാസിന് ഇന്ദ്രനെന്നും പറഞ്ഞ് അവരവരുടെ ദേവിയാക്കുവാനായിട്ട് പോയ സാഹചര്യത്തിൻ്റെ നടുവിൽ അവൻ പറയുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണുവാനാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യർ തന്നെ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇവർ വളരെ ശ്രേഷ്ഠമായി ശുശ്രൂഷ ചെയ്തു പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വചനത്തിൻ്റെ നടുവിൽ ഇവർ തമ്മിൽ, ബർണബാസും പൗലോസും തമ്മിൽ ഒരു വലിയ വാദമുണ്ടാകുന്നത് കാരണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വളരെ രസകരമായൊരു വാക്യമാണ്. നിങ്ങൾ വിചാരിക്കും ബൈബിളിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? 15-ാം അധ്യായം 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തി, ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 15:38. അങ്ങനെ അവർ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ആരൊക്കെയാന്ന് നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ഉണ്ടോ? സ്ലോ ആയിപ്പോയോ? ഓക്കെ, ശ്രദ്ധിക്കുക. ബർണബാസ് പൗലോസിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, ഇവനൊരു ശിഷ്യനാണ്, ഇവന് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി മറ്റുള്ള എല്ലാവരും ഇവനെ തള്ളുമ്പോൾ, യോഹന്നാനും പത്രോസും എല്ലാം ഇവരെ തള്ളുമ്പോൾ ഇവനെ പരിചയപ്പെടുത്തി കൊടുത്ത് അപ്പോസ്തലന്മാരുടെ മുൻപിൽ നിർത്തിയ വ്യക്തിയാണ് ആര്? ബർണബാസും ശൗലും ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശുശ്രൂഷകൾ ചെയ്തു പോരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം 9-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ഇവരുടെ ശുശ്രൂഷകളെക്കുറിച്ചാണ് കാണുന്നത്. എന്നാൽ ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ബർണബാസും പൗലോസും തമ്മിൽ ഒരു വലിയ ഉഗ്രവാദമുണ്ടാകുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് എന്ത് ചെയ്തു? വേർപിരിഞ്ഞു. മതി നിൽക്കുന്നത്. അവർ വേർപിരിഞ്ഞു. അതുവരെ ഒരുമിച്ച് ശുശ്രൂഷിച്ചിട്ട് പൗലോസിനെ പരിചയപ്പെടുത്തി കൊടുത്ത ബർണബാസ്, പൗലോസും ബർണബാസും തമ്മിൽ ഭയങ്കര ഉഗ്രവാദമുണ്ടായിട്ട് അവർ വേർപിരിയുവാനായിട്ടിടയായി. അതിനുശേഷം പറയുകയാണ്, അത് എന്തിനു വേണ്ടിയാണ് അവർ വേർപിരിഞ്ഞതെന്നറിയാമോ? അതിൻ്റെ തൊട്ട് മുമ്പിലേക്കൊന്ന് വായിച്ചേ, തൊട്ട് മുമ്പ് ഒന്ന് വായിച്ചേ. 30 അത് തന്നെ അവിടെ നിന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി അതായത് വേറെ ഒന്നുമല്ല, ഈ മർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ മർക്കോസിനെ കുറിച്ച് പറഞ്ഞാണ് ഇവർ വേർപിരിയുന്നത്. ബർണബാസ് പറയുന്നു നമുക്ക് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകാം. എന്നാൽ പൗലോസ് പറയുകയാണ്, പമ്പുലിയിൽ വെച്ച് നമ്മോട് കൂടെ വേലയ്ക്ക് വരാത്ത ഇവനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി അവർ വേർപിരിയുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. അതിനുശേഷം 15-ാമത്തെ അധ്യായം മുതൽ പിന്നെ അങ്ങോട്ട് 28-ാമത്തെ അധ്യായം വരെ പൗലോസും ശീലാസും, അവൻ്റെ പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് എങ്ങോട്ട് പോയി? പമ്പുലിലേക്ക് പോയി. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് ആ അധ്യായം മുതൽ 28-ാം അധ്യായം പിന്നെ അങ്ങോട്ട് ബർണബാസിൻ്റെ പേര് ഈ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പൗലോസും ശീലാസും കൂടി അനേക ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിത് പറയുന്നതിൻ്റെ സാരം, നമുക്ക് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നെടുക്കാമോ? അതിൻ്റെ 4-ാം അധ്യായം, 2 തിമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാം. 10-ാമത്തെ വാക്യം കഴിഞ്ഞു. പൗലോസ് പറയുകയാണ്, തിമോത്തിയോസിന് ലേഖനം എഴുതിയിട്ട് പൗലോസ് പറയുകയാണ്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രോസ്ക്രിയ ഗലാത്തിക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. നിങ്ങളിവിടെ ഉണ്ടോ?
നിങ്ങളൊന്ന് നോക്കിക്കുക വാക്യം. പൗലോസ് പറയുകയാണ്, ഈ മർക്കോസിനെ കുറിച്ച് ഓർത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വലിയ വാദമുണ്ടായി. അപ്പോസ്തലന്മാരുടെ നടുവിൽ പൗലോസിനെ പരിചയപ്പെടുത്തി കൊടുത്ത ബർണബാസിനെ തള്ളി ഇവർ ആ 15-ാം അധ്യായത്തിൽ ഇവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിയുന്നൊരു സാഹചര്യം ഈ മർക്കോസിനെ കുറിച്ചാണ്. എന്നാൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിക്ക് മുമ്പൊക്കെ നമുക്കറിയാം അവൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്ന സമയത്ത്, അതിനു മുമ്പാണ് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയിട്ട് അവൻ പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപകാരമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, ഈ മർക്കോസിനെ അന്ന് ബർണബാസും തള്ളിയിരുന്നെങ്കിലോ, ശ്രദ്ധിച്ചേ, ഈ മർക്കോസിനെ അന്ന് ബർണബാസും തള്ളിയിരുന്നെങ്കിലോ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ചില ബർണബാസുമാർ സഭയിൽ നിന്ന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ചില തള്ളപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ ചേർത്തു പിടിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് കൊള്ളാകുന്നവരാക്കി തീർക്കുവാൻ ചില ബർണബാസുമാർ ഇന്ന് പകലിൽ ഇതിൻ്റെ നടുവിൽ എഴുന്നേൽക്കണം.